9 മണിയായി. കറക്റ്റ് 9:02 അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടർ വർഗീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുന്ന ഓരോ അവയവങ്ങളെ പറ്റിയാണ് ക്ലാസ് എടുത്തിരുന്നത്. ആദ്യമേ മറ്റു 5 ബയോളജിക്കൽ ലോസ് എടുത്തു. ഞാൻ അതിന് ശേഷം ഓരോ കൺഫ്ലിക്റ്റുകളെ പറ്റിയും ഓരോ ഓർഗൻ, ഏതെല്ലാം ജേം ലെയറിലുള്ള ഓർഗൻസ് അല്ലെ ബ്രെയിനിലുള്ള ഏതെല്ലാം ഓർഗൻസിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി എടുത്തിരുന്നു. അപ്പോൾ ഏകദേശം ആ ക്ലാസ്സുകളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. സെറിബ്രൽ കോർട്ടക്സിനെ പറ്റി എടുത്തു, സെറിബ്രൽ മെഡുലി എടുത്തു, ബ്രെയിൻ സ്റ്റം എടുത്തു, സെറിബെല്ലം എടുത്തിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കോൺഫ്ലിക്റ്റിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോർസൽ കോൺഫ്ലിക്റ്റിനെ പറ്റി എടുത്തു. ഇപ്പം ഡോക്ടർ ദേവാനന്ദ് ചോദിച്ച പോലെ ഈ സൈഡ് എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾക്ക് ബൈലാറ്ററൽസ്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമിട്രി ആണുള്ളത്. ബൈലാറ്ററൽ സിമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കൃത്യമായിട്ട് സിമിട്രിക്കലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെൻ ദ ബൈലാറ്ററൽ സിമിട്രി ഈസ് ലോസ്റ്റ് ദാറ്റ് ഈസ് സിഫിലിസ്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ബൈലാറ്ററൽ സിമിട്രിയിലുള്ള കുറവുണ്ടായാൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് ഹോമിയോപ്പതിക്കലി സിഫിലിറ്റിക് മയാസത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഇന്നെടുക്കുന്ന ക്ലാസ്സിൽ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു കേസ്, ഒരു ഒറ്റ കേസ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ്, അത് ഡോക്ടർ അനിത, ഡോക്ടർ ദേവാനന്ദ് എന്നിവരൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അത് നമ്മുടെ GSK മാസ്റ്ററിയിൽ, ഹോമിയോപ്പതി മാസ്റ്ററിയിലാണ് ഞാനത് എടുത്തിരുന്നതാണ്. പക്ഷെ അന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് പേര് മാത്രമേ അവിടെ ഉള്ളൂ. അതിനാൽ അന്ന് നമുക്ക് ഈ ഒരു മലയാളത്തിൽ എടുക്കുന്നതിലും ആ ഒരു കേസ്, അപ്പോൾ ആ ഒരു കേസ് ശരിക്കും ഞാൻ സംസാരിക്കുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെ, വലിയ വലിയ ഹോസ്പിറ്റലിലെ അവരുടെ ഡോക്ടർമാരുടെ ഡയഗ്നോസിസിൽ വരുന്ന പിഴവുകൾ, അല്ലെങ്കിൽ ആ ഡയഗ്നോസിസിൽ അപ്പുറത്തേക്ക് നമുക്ക് GSK അറിവുകൾ കൊണ്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം പറയുന്നതിനായിട്ടാണ്. അപ്പം നമ്മൾ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പതിവ് പോലെ തന്നെ നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ ഒരിക്കൽ സ്മരിക്കാം. ഡോക്ടർ സാമുവൽ ഹനിമാൻ, ഡോക്ടർ റൈക്കെ ഗിയഡ് ഹാമർ എന്നീ സ്റ്റാൽവർത്തിനെ സ്മരിച്ചുകൊണ്ട്, അവരെ ഓർത്തുകൊണ്ട്, അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ അറിവുകൾ നമുക്കും നമ്മുടെ രോഗികളായി എത്തുന്നവർക്കും പൊതുസമൂഹത്തിനും അത്ര എളുപ്പമൊന്നും ലഭ്യമാകാത്ത അറിവുകളാണ് ഈ മാസ്റ്റേഴ്സ് നമുക്ക് ലഭ്യമാക്കി തരിക്കുന്നത്. അതിനാൽ തന്നെ അവരെ സ്മരിച്ചുകൊണ്ട് വേണം നമുക്കെല്ലാം തുടങ്ങാൻ. അപ്പം അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഏകദേശം എല്ലാവരും മുൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാൽ തന്നെ നമുക്ക് എങ്കിൽ പോലും നമ്മൾ ഓരോ പ്രാവശ്യവും എടുക്കുമ്പോൾ, നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ 5 ബയോളജിക്കൽ നിയമങ്ങളെ പറ്റി പറഞ്ഞിട്ട് പോകണം. ദ കോൺഫ്ലിക്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കണം. അപ്പോൾ ആ 5 നിയമങ്ങളിലെ ഒന്നാമത്തെ നിയമമായ ദ കോൺഫ്ലിക്റ്റ് എന്ന ഒരു ആശയം, രണ്ടാമത്തെ നിയമമായിട്ടുള്ള 2 ഫേസ് ഓഫ് ഡിസീസ്, അതായത് ഓരോ രോഗത്തിനും 2 ഘട്ടങ്ങളുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ഓർ CA ഫേസ്, പിന്നെ ഒന്നുള്ളത് ഒരു ഹീലിംഗ് ഫേസ് അല്ലെങ്കിൽ കൺഫ്ലിക്റ്റോലൈസിസ് ഫേസ്. കോൺഫ്ലിക്റ്റോലൈസിസ് ഫേസ് ആണ് നമുക്ക് സാധാരണഗതിയിൽ എല്ലാ രോഗങ്ങളും നമ്മൾ ആ ഒരു ഫേസിലാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്, നമ്മുടെ അടുത്ത് എത്തുന്നത്. അത് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല രോഗങ്ങളും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതും നമുക്കുണ്ടാകേണ്ട ഒരു അറിവാണ്. അപ്പോൾ ആദ്യത്തെ 2 ദ കോൺഫ്ലിക്ട്സ്, ദ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ബ്രെയിനിലും സൈക്കിലും ഓർഗനിലും ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും. ഏതെങ്കിലും നമുക്ക് നമ്മുടെ ഒരു വ്യക്തിക്കൊരു രോഗം ശരീരത്തെ എവിടെയെങ്കിലും, അവയവത്തിൽ എവിടെയെങ്കിലും ഒരു രോഗവുമായിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് ശരീരത്തിൽ മാത്രമല്ല, മറിച്ച് തലച്ചോറിലും സൈക്കിലും അതിൻ്റെ അനുരണനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാകും.
അതാണ് GSKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണിത്. ഇപ്പോൾ ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു പാട്, ആ പാടിന് ഒരർത്ഥമുണ്ട്. ആ പാട് അവിടെ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്നതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായ കോൺഫ്ലിക്റ്റ്. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരു ജേം ലെയറിൽ നിന്നായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള അറിവാണ്. ആ ജേം ലെയറുകൾ എക്ടോഡിയം ഉണ്ട്, എൻഡോഡിയം ഉണ്ട്, മീസോഡിയം ഉണ്ട്. മീസോഡിയമിനെ തന്നെ ന്യൂ മീസോഡിയമും ഓൾഡ് മീസോഡിയമും എന്ന് തിരിച്ചിരിക്കുന്നു. എക്ടോഡിയം ഔട്ടർ കവറിങ് മാത്രമല്ല, അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇൻവെജിനേറ്റ് ചെയ്തിരിച്ചു പോയിട്ടുള്ള പല ഭാഗങ്ങളും. അപ്പോൾ നമുക്കതൊരു കൃത്യമായിട്ട് ഔട്ടർ കവറിങ്ങിൽ മാത്രമാണ് എക്ടോഡിയം ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് വ്യത്യസ്ത സ്ഥലങ്ങളിലും ആ കവറിങ് ഈ എക്ടോഡിയമിൽ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ള, എക്ടോഡിയമിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അവയവങ്ങൾ ഉണ്ടാകും. എൻഡോഡിയം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഭാഗമാണ്. എൻഡോഡിയമിൽ അതിൻ്റെ ഓർഗൻസിനെ കൺട്രോൾ സെൻറ്റർ. അപ്പോൾ അതിനെയാണ് നമ്മൾ പലപ്പോഴും നാലാമത്തെ ലോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കൺട്രോൾ സെൻറ്ററിനും ഒരു നാലാമത്തെ ലോയിൽ പറയുന്നതാണ് ഈച്ച് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്, അല്ലെങ്കിൽ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ് എന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് കോൺഫ്ലിക്റ്റ് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെ മാറ്റുന്നതിനായി ഓരോ പ്രത്യേക ജേം ലെയറുകളിലും ഓരോ പ്രത്യേക മൈക്രോബ്സുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. മൂന്നാമത്തെ ലെയർ നമ്മൾ പറഞ്ഞത് ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ, നാലാമത്തെ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. അഞ്ചാമത്തെ ലോയാണ് ദ കോണ്ടിസൻസ്, അതായത് നമുക്ക് ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാം കാരണമാകുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. ഈ ദ സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാം, അതിനൊരു പ്രത്യേക പർപ്പസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 5 ജൈവിക നിയമങ്ങൾ. ഈ നിയമങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്ന ഓരോ രോഗത്തിനും, ചെറുതും വലുതുമായ ഓരോ അവസ്ഥയിലും ഈ 5 നിയമങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതാണ് GSKയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ നമ്മളിതെല്ലാം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, അത് വളരെ ഒരു പ്രശ്നമാണ്. ഏത് രീതിയിൽ നമുക്ക് കാണാം, ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്തെത്തുന്ന രോഗികളെ ഈ ചട്ടക്കൂട്ടിലകത്തേക്ക് എങ്ങനെ പെടുത്തും എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഞാനൊരു ഒരൊറ്റ കേസ് മാത്രമേ ഇന്ന് പ്രസന്റ് ചെയ്തുള്ളൂ. പക്ഷെ ആ ഒരു കേസിൽ തന്നെ വിവിധ തലങ്ങളിലുള്ള ജേം ലെയറുകൾ അടങ്ങിയിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഒന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ സംശയ നിവാരണവും അതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്കും നമുക്ക് പോകാം. ഇത് ഒരു 2020 ഈ കേസ് ഉണ്ടായത്. അതൊരു ഏറ്റവും ആദ്യമേ ആ രോഗം ഒരു കോംപ്ലിക്കേറ്റഡ് കേസായിരുന്നു. ആ രോഗത്തിനെ ഡയഗ്നോസ് ചെയ്ത് ആദ്യമേ അത് മെനിഞ്ചൈറ്റിസ് ആയിട്ടായിരുന്നു. ആദ്യമേ മെനിഞ്ചൈറ്റിസ് എന്ന ഡയഗ്നോസ് ചെയ്തു. അതിനുശേഷം പിന്നെ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഉമിനീരും കണ്ണുനീർ ഗ്രന്ഥികളും, രണ്ട് വശത്തെ ഉമിനീർ ഗ്രന്ഥികളും ഡ്രൈ ആയിപ്പോയി ഉമിനീരില്ലാത്ത ഒരവസ്ഥ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിനോടൊപ്പം കണ്ണുനീർ ഗ്രന്ഥികളും വറ്റിപ്പോയി, കണ്ണുനീരും ഇല്ലാത്ത ഒരവസ്ഥ. അതിനുശേഷം അവർക്ക് മസ്കുലാർ അട്രോഫി, ശരീരത്തിലെ മുഴുവൻ മസിൽസും പെട്ടെന്ന് അട്രോഫി ചെയ്ത ഒരു അവസ്ഥ. ഈ 3 ഡയഗ്നോസിസ് ആണ് വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ നിന്നും ആണ് ഈ ഡയഗ്നോസിസ് ഉണ്ടായത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗിക്ക് 42 വയസ്സുള്ള അവർക്ക് ഡയബറ്റീസ് ഉള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ആദ്യമേ അവരുടെ ശരീരത്തിൽ ലോ പൊട്ടാസ്യം ലെവൽ, പൊട്ടാസ്യവും സോഡിയവും കുറഞ്ഞ ലെവല്, ഡിസോറിയന്റേഷനായി, ഹീമോഗ്ലോബിൻ 8% കുറഞ്ഞു, ഡയബറ്റീസ് ഉള്ള ഷുഗർ RBS ഒരു 200-ലധികം വന്നിരുന്നു,
യൂറിൻ പസൽസ് ഉണ്ടായിരുന്ന. അപ്പം ഇത്രയും ഒരു വലിയൊരു പ്രശ്നം. ഈ രോഗത്തിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇടതുവശത്ത് കണ്ണിന് മുകളിലായിട്ടൊരു തലവേദനയായിട്ടാണ് ആദ്യമേ വന്നത്. ഈ തലവേദന വന്നപ്പോൾ ആദ്യമേ അവർ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അത് കുറയാനിരുന്നപ്പോൾ ഉടനെ തന്നെ ഒരു ഒപ്താൽമോളജിസ്റ്റിനെ പോയി കണ്ടു. ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പം 1-2 ദിവസം അവർ മരുന്ന് കൊടുത്തെങ്കിലും അതിലും കുറവ് വന്നില്ല. ഉടനെ തന്നെ അവർ അടുത്ത ഒരു ജനറൽ ഫിസിഷ്യനെ കണ്ടു. ജനറൽ ഫിസിഷ്യനെ കണ്ടിട്ടും അപ്പം ഒരാഴ്ച ഏകദേശം ഒരു 8-10 ദിവസം കൊണ്ട് അവരൊരു 3ാമത്തെ ഡോക്ടറെ അടുത്ത്, ഒപ്താൽമോളജിസ്റ്റും ജനറൽ ഫിസിഷ്യനും ആദ്യമേ ഒരു ലോക്കൽ ഫിസിഷ്യനെയും കണ്ടതിന് ശേഷം അവർ പിന്നെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക്, ഈ മധ്യ തിരുവിതാംകൂറിലെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് പോന്നു. അവിടെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ലെമ്പാർ പങ്ക്ചർ നടത്തി. അവർക്ക് മെനിഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ മെനിഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അവർ ഒരു CT സ്കാനും കൂടി എടുത്തു. CT സ്കാൻ എടുത്തു, ലെമ്പാർ പങ്ക്ചർ നടത്തി, മെനിഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ CT സ്കാനിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത്രേ ഈ ലെഫ്റ്റ് ആദ്യമേ തലവേദന ഉണ്ടായ ഇടതുവശത്തിന്റെ കണ്ണിൽ, അത് സലൈവറി ഗ്ലാൻഡിന്റെ ആ ഭാഗത്തു നിന്നും അവിടുത്തെ ബോണിനൊരു ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുകയും ആ ബോണിൽ ഒരു എന്താ പറയേണ്ടത്, നമ്മളിപ്പോൾ സെറിബ്രൽ മെഡുല പോലെ സെൽ ലോസ്, പക്ഷെ അതൊരു CT സ്കാനിൽ അത് തിരിച്ചറിഞ്ഞ് അത് ആ വഴിയായിട്ടൊരു ഇൻഫെക്ഷൻ വന്നതാകാം തലച്ചോറിലേക്ക് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ തലച്ചോറിലേക്ക് എത്തി. പക്ഷേ ലെമ്പാർ പങ്ക്ചർ നടത്തി എങ്കിലും ലെമ്പാർ പങ്ക്ചർ നടത്തിയിട്ട് CSF ഫ്ലൂയിഡിൽ ഒരു കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൈക്രോസ്കോപ്പിക്കൽ സ്റ്റഡിയിൽ കൂടി എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസിനോ എന്തെങ്കിലും തരത്തിലുള്ള വൈറസിനെയോ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ആദ്യമേ അതുകൊണ്ട് ഒരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് നടത്തി, അതിനുശേഷം ഒരു ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് നടത്തി. അപ്പോൾ അവർക്ക് കഠിനമായ തലവേദന അവർക്ക് കുറഞ്ഞു. പക്ഷേ അവരുടെ സിറം സോഡിയം ലെവലും സിറം പൊട്ടാസ്യം ലെവലും വളരെ താന്നുപോയി. സിറം സോഡിയം ലെവൽ 120-ന് താഴേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് ഈ സിറം സോഡിയം ലെവൽ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സോഡിയം കുറഞ്ഞു പോയി എന്നൊരു വർത്താനം ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് 42 വയസ്സുള്ള ലേഡിയെ സംബന്ധിച്ചിടത്തോളം സോഡിയം കുറഞ്ഞു പോയി എന്നത് സാധാരണ പ്രായമായവർക്കാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ അസ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ സോഡിയം കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഡിസോറിയന്റേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഹോസ്പിറ്റലുകാർ പറഞ്ഞു അത് ഒരു വലിയ തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട് കാത്തിരിക്കാതെ തന്നെ അവർ ഇൻഫ്യൂഷൻ നൽകി. പക്ഷേ ഈ സലൈൻ ഇൻഫ്യൂഷൻ ഈ രോഗിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് ഭയങ്കരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കി, ദേഹത്ത് വേദനയുണ്ടായി, ഡിസ്കംഫർട്ട് ഉണ്ടായി. അവർക്ക് വീണ്ടും വല്ലാത്ത വേദനകൾ ശരീരത്തും തലവേദനയും എല്ലാം ഉണ്ടായി. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ വലിയ ഹോസ്പിറ്റലുകാർ പറഞ്ഞു വീണ്ടും ഒരു ലെമ്പാർ പങ്ക്ചർ നടത്തണം. കാരണം ആദ്യത്തെ ലെമ്പാർ പങ്ക്ചറിൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തെങ്കിലും മെനിഞ്ചൈറ്റിസിനെ സാധൂകരിക്കുന്ന മൈക്രോസ്കോപ്പിക്കൽ സിറോളജിക്കൽ ഡയഗ്നോസിസിൽ എത്താൻ കഴിയാത്തതിനാൽ ഒരു ലെമ്പാർ പങ്ക്ചറൂടെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അതിനോട് യോജിച്ചില്ല. അവരവിടെ നിന്നും പുറത്തു പോന്നിട്ട് അവര് കുറച്ചു ദിവസം വീട്ടിലേക്ക് വന്നു. ഇനി എന്താ പോകണ്ട എന്നുള്ള ഒരു കാര്യം, അടുത്ത ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊരു കാര്യത്തിൽ വീട്ടിലേക്ക് വന്ന് ഇനി ശരിയായിക്കോളുമെന്ന് ചിന്തിച്ചു. പക്ഷെ അത് അങ്ങനെ വന്നപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അതിനാൽ തന്നെ അവരവിടുന്ന് 2ാമത്തെ ഹോസ്പിറ്റലിലേക്ക്, അതും ഈ പ്രദേശത്തടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും അവരെ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ 2ാമതൊരു ലെമ്പാർ പങ്ക്ചർ നൽകണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവർ അവിടുന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ 2ാമത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും അത് തന്നെ ആവശ്യപ്പെട്ടു. അവരത് ചെയ്യാതിരുന്നില്ല. അവിടെ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2ാമത്തെ ലെമ്പാർ പങ്ക്ചർ നടത്തി. അവിടെയും ഇതേ അവസ്ഥ തന്നെ അവർക്ക് റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. അവിടെയും സോഡിയം ലെവൽ കുറഞ്ഞു, പൊട്ടാസ്യം ലെവൽ കുറവായി അവിടെയും. അപ്പം എന്നാലും ഈ സോഡിയം പൊട്ടാസ്യം ലെവൽ കുറവാണെങ്കിലും ആ 2ാമത്തെ ഹോസ്പിറ്റൽ വെച്ചിട്ട് വന്നിട്ടും ഡിസോറിയന്റേഷൻസ് അധികം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാലും അവർ വളരെ ഫോഴ്സിബിൾ ആയിട്ട് ഇവർ പറഞ്ഞു ഈ
സോഡിയം ലെവൽ കറക്റ്റ് ചെയ്യണം വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇവർ പറഞ്ഞു ഈ പേഷ്യന്റ് പറഞ്ഞു സോഡിയം ലെവൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞെങ്കിലും അത് സാരമില്ല, അത് അവർ അംഗീകരിച്ചില്ല. അവർ അഗ്രസീവായിട്ട് തന്നെ IV ഇഞ്ചക്ഷൻ നൽകി ഓരോ ദിവസത്തിൽ 2 തവണയൊക്കെ ഈ ലെവലിൽ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നൽകി. പക്ഷേ ഒരിക്കലും സോഡിയം ലെവൽ ഉയർന്നു വന്നില്ല. അപ്പോൾ ഏകദേശം 10 ദിവസത്തോളം രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞു. പക്ഷേ ആ 10 ദിവസത്തിനിടയിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഡിസോറിയന്റേഷൻ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലകാല ബോധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അവിടെ വെച്ചിട്ട് ആണ് അവരുടെ ഉമിനീര് ആദ്യമായിട്ട് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഉമിനീരില്ലാതായി, ഭയങ്കര ക്ഷീണമുണ്ടായി, ഉറക്കമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പൂർണ്ണമായ ഉറക്കം നഷ്ടപ്പെട്ടു, ഉമിനീര് നഷ്ടപ്പെട്ടു, വേദനകൾ ശരീരത്തിന് മുഴുവനും ഒരുമാതിരി നമ്മൾ മർദ്ദനമേറ്റ പോലെ, എന്തെങ്കിലും വടിവെച്ചിട്ട് അടിച്ച പോലെ ശരീരത്തിൽ മുഴുവൻ പാടുകൾ, കയ്യിലും കാലിലും ദേഹത്ത് മുഴുവനും അബ്രഷൻസ് പോലെ ഉണ്ടായി. കംപ്ലീറ്റ് സ്കിന്നിൽ ഒരു അബ്രഷൻസ് അടി കിട്ടുമ്പോൾ എന്തിരിക്കും ആ രീതിയിലുണ്ടായി. അപ്പം ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ലേഡി പേഷ്യൻ്റാണ്, ഹസ്ബൻഡും കൂട്ടിലുള്ളവരും എല്ലാവരും കൂടെ കൂടിയിട്ട് അവരൊരു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്കൊരു പാനിക്ക്, ഒരു ഭയത്തിൻ്റെതായ ഒരു കണ്ടീഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 10-15 ദിവസമാകുന്നു. അപ്പോൾ അവര് മെഡിക്കൽ കോളേജിലേക്ക് പോകണോ, ഇനി എങ്ങോട്ട് പോകണം എന്ന് സംശയിച്ച് ഇവിടെയും അവരുടെ രോഗങ്ങളൊന്നും കുറയാതിരുന്നപ്പോൾ ഇവരുമായിട്ടും അവർക്കൊരു ഏകീകരിച്ച്, അതായത് ശരിക്കും ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് ഒരു ഗുണവും കിട്ടാതിരിക്കുന്ന സമയത്ത് എന്താണ് ഇതിന് ഇനി മുന്നിലുള്ള മാർഗം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ രോഗങ്ങളൊന്നും പെട്ടെന്ന് കുറയാ, അതായത് ഇത് ശരിയാകാതെ വന്നപ്പോൾ, അതല്ലെങ്കിൽ കറക്റ്റ് ആകാതെ വന്നപ്പോൾ രണ്ടാമത്തെ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഇത് പെട്ടെന്ന് മാറില്ല, കാരണം മെനിഞ്ചൈറ്റിസ് ഉണ്ടായി അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാകൊണ്ടാകാം ഇത് കുറച്ചുകൂടെ താമസിച്ച് വളരെ സ്ലോലി മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചിട്ടും സോഡിയം കുറഞ്ഞു പോകുന്ന ഹൈപ്പോനൈട്രീമിയയ്ക്ക് നൽകുന്ന IV ഇഞ്ചക്ഷനാണ് അവർ കൂടുതലായിട്ട് നൽകാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഫലമായിക്കൊണ്ട് അവർക്ക് കടുത്ത വേദനയുണ്ടായി, ശരീരത്തിൽ മുഴുവൻ എക്കൈമോസിസ് ഉണ്ടായി, പിഗ്മെന്റേഷൻ പോലെ ഉണ്ടായി. അപ്പോൾ 2 ആഴ്ച ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവര് രോഗിയുടെ ബന്ധുക്കളും മറ്റുള്ളവരെല്ലാം ഈ ഹോസ്പിറ്റലിനെ ഒരു ഫോഴ്സിബിൾ ആയിട്ട് നിർബന്ധപൂർവ്വം തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടാതെ ഒരു ന്യൂറോളജിസ്റ്റിനെ ഇവർ കണ്ടിരുന്നു. ആ ന്യൂറോളജിസ്റ്റിൻ്റെയും കൂടി ഒരു അഭിപ്രായം തേടി, നിങ്ങൾ ഇനി അവിടെ നിൽക്കണ്ട, ന്യൂറോളജിസ്റ്റ് പറഞ്ഞു അവർ പുള്ളി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂറോളജിസ്റ്റിന്റെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോന്നു. അപ്പം വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് സലൈവറി ഗ്ലാൻഡിന്റെ പ്രശ്നത്തിൽ ഉമിനീരില്ല, കണ്ണുനീരില്ല. അപ്പോൾ ജോഗ്രൻ സിൻഡ്രോം, ഉമിനീരും കണ്ണുനീരും ഇല്ലാത്ത ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് ജോഗ്രൻ സിൻഡ്രോം. ഈ സമയത്താണ് ഹോമിയോപ്പതി ചികിത്സയ്ക്കായിട്ട് എന്നെ വിളിക്കുന്നത്. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പോന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ അവരുടെ ഇപ്പോൾ ഏകദേശം അവർക്കൊരു വിഷമതകളൊക്കെ ആയിട്ടും ദേഹത്തെല്ലാം വേദനകളായിട്ടും ക്ഷീണമൊക്കെ ആയിട്ട്, അപ്പം പുറത്തോട്ട് നടക്കാനും ക്ലിനിക്കിലേക്കൊന്നും വരാൻ പറ്റാത്തതിനാൽ ഞാൻ അവരെ വീട്ടിൽ പോയി കണ്ടു. വീട്ടിൽ പോയി കണ്ട സമയത്ത് ഉമിനീര് ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതുകൊണ്ടും കണ്ണുനീരും ഉമിനീരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിനാൽ ഇവർക്ക് ഉറക്കമില്ലാതെ ഇത് എപ്പോഴും കണ്ണിൽ മരുന്നൊഴിക്കാനും ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി അവരുമായിട്ട് സംസാരിച്ചു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു വശം ഒരു തളർച്ച പോലെ ബാധിച്ചു. അവർക്ക് ഒരു മോണോപ്ലേജിയ പോലെ ആദ്യമേ കൈക്ക് ഒരു ക്ഷീണം വന്നു, കൈക്ക് ഉയർത്താൻ പറ്റുന്നില്ല, ഒരു മോണോപ്ലേജിയ, ഒരു വൺ സൈഡഡ് കൈക്ക് മാത്രം പരാലിസിസിന്റെ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം
പരാലിസിസ് പോലെ ഒരു അവസ്ഥ വരുന്നു, ഒരു തന്നെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു വൺ സൈഡഡ് പരാലിസിസ് പോലെ വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പിന്നെ ബന്ധുക്കൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ രോഗിയെ എറണാകുളത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവിടെ കാഷ്വാലിറ്റിയിൽ ചെന്നു, എമർജൻസി ICUയിലേക്ക് കയറ്റി. ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ഹോസ്പിറ്റലിലും കൂടുതൽ ദിവസങ്ങളിൽ ഇവർ മെഡിക്കൽ ICUയിലായിരുന്നു. അപ്പം ഒരു 10-20 ദിവസത്തോളം ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയി. ഈ 20 ദിവസത്തിൽ 15 ദിവസത്തോളം അവർ ഇൻറ്റൻസീവിലാണ് കിടന്നത്. അപ്പം മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ അവസ്ഥകളെല്ലാം അതേപടി നിൽക്കുകയാണ്. സോഡിയം ലെവൽ കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വൺ സൈഡഡ് പരാലിസിസ് ഉണ്ടായി. ഇവരും ഇതേ ഇത് പറയുന്നു, വീണ്ടും ഇത് മെനിഞ്ചൈറ്റിസ് ആണോ? അപ്പം സാധാരണഗതിയിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്ന വ്യക്തികളിൽ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാഴ്ച പോവുകയോ അല്ലെങ്കിൽ കേൾവി നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ ഒരു പരാലിസിസ് ഉണ്ടാവുകയോ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ആധുനിക കാലത്ത് ഇപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് അഥവാ സിക്യുലെ എന്ന ഒരു കാഴ്ചയോട് ആധുനിക ഡോക്ടർമാരെ അംഗീകരിക്കുന്നില്ല. അതിന് പകരം പുതിയൊരു രോഗമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് അവരിരിക്കുന്നത്. അപ്പോൾ അവരുടേതായ പരീക്ഷണങ്ങൾ, അവരുടേതായ പരീക്ഷണ നിരീക്ഷണങ്ങൾ ആ ഹോസ്പിറ്റലിൽ നടത്തി. അപ്പൊ അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ അവര് പരാലിസിസും കൂടെ വന്നപ്പോഴത്തേന് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രോഗിയെ പൂർണ്ണമായിട്ടും ICUയിലേക്ക് മാറ്റി, എമർജൻസി ICUയിലേക്ക് മാറ്റി. എണീറ്റ് നടക്കാൻ സമ്മതിക്കാതെ ഡയപ്പറും കത്തീറ്ററുകളും എല്ലാം വെച്ച് ആൾക്കാരെ ആരെയും കാണാനും സമ്മതിക്കാതെ, ബന്ധുക്കളെയും മറ്റുള്ളവരെ ആരെയും കാണാൻ സമ്മതിക്കാതെ എമർജൻസി വെച്ചു. അപ്പോൾ അങ്ങനെ അവരെ ഈ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ അവരൊരു 14 ദിവസത്തോളം കിടന്നു. ഈ 14 ദിവസത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലെ മസിൽസ് കംപ്ലീറ്റ് നശിച്ചു പോയി. അട്രോഫി ഓഫ് ദി ഹോൾ സ്ട്രിയേറ്റഡ് മസിൽസ്. അപ്പോൾ അവർ ഏകദേശം ഒരു 80 കിലോ തൂക്കം ഉണ്ടായിരുന്ന ലേഡി ഒറ്റയടിക്ക് തൂക്കം കുറഞ്ഞ് 55 കിലോയിലേക്ക് വന്നു. അപ്പോൾ ഈ എന്ത് കാരണത്താലാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് ഇവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മെനിഞ്ചൈറ്റിസിനെ പറ്റി പറഞ്ഞു, ജോഗരൻ സിൻഡ്രോമിനെ പറ്റി പറഞ്ഞു, പക്ഷേ ഈ ഒരു എന്താ പറയുക അട്രോഫി എന്തുകൊണ്ടുണ്ടായി എന്ന് പറ്റില്ല. അപ്പോൾ അവർ CT സ്കാൻ എടുക്കുന്നുണ്ട്. വീണ്ടും തലയുടെ ഒരു MRI എടുത്തു. തലയുടെ MRI എടുത്തു കഴിഞ്ഞപ്പോൾ ആ MRIയിലും CT സ്കാനിലും നമ്മൾ പഠിച്ച GSKയിൽ പഠിച്ച ആ ഒരു ആശയം, സെറിബ്രൽ മെഡുലയിൽ ഉണ്ടായിട്ടുള്ള ഹാമർ ഹെഡ്സ്, നമ്മൾ പഠിച്ചിരുന്ന ഹാമർ ഹെഡ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നല്ലോ, HH ഹാമർ ഹെഡുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ഈ GSKയുടെ ആശയങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു, എന്തുകൊണ്ടുണ്ടായി. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ അടുത്ത് ബാക്കി പറയുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് അതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ശരീരത്തിൻ്റെ കംപ്ലീറ്റ് മസിൽസ് നഷ്ടപ്പെട്ട് അതിൽ ഒരു വശം തളർച്ചയും ബാധിച്ച് ജോഗരൻ സിൻഡ്രോം, ഉമിനീരും കണ്ണുനീരും ഇല്ലാതെ സോഡിയവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം ശരിക്കും രോഗിയെ അതിനിടയിൽ ഒരു മാസം ആകാറാകുന്നു. രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സും രോഗിയുടെ ബന്ധുക്കാരും ബന്ധുക്കാരെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ഈ ലേഡിയുടെ വീട്ടുകാരും എല്ലാവരും ആർക്കും പറയാൻ പറ്റുന്നില്ല എന്ത് രോഗമാണ്, ആരെയും കാണിക്കുന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെ ഒരു സംസാരമുള്ളത് ഇവർക്കെന്തോ ഒരു മലിഗ്നൻ്റ് ആയിട്ടുള്ളൊരു രോഗമാണ് അല്ലെങ്കിൽ ഒരു മലിഗ്നൻസിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ വീണ്ടും ഒരു ലംബാർ പങ്ക്ചർ നടത്തി. ആ ലംബാർ പങ്ക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബാർ പങ്ക്ചർ നടത്തിയപ്പോൾ CSF ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം വരാനില്ലായിരുന്നു. അപ്പോൾ ക്യാനുല വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 1/4 മണിക്കൂറോളം ക്യാനുല അവിടെ വെച്ചിട്ടാണ് വളരെ കുറച്ച് CSF ഫ്ലൂയിഡ് കിട്ടിയത്. അപ്പോൾ ആ CSF ഫ്ലൂയിഡിലും അവർക്ക് ഒരു
കൃത്യമായ ഏതെങ്കിലും ഒരു മൈക്രോബ്സിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ചിന്താഗതി, ഹോസ്പിറ്റലുകാരുടെ ചിന്താഗതി, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആകാം ശരീരത്തിൽ. അപ്പോൾ അവർ പാനലിംഗ് എന്ന് പറഞ്ഞ CSF പാനലിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു ടെസ്റ്റിന് നടത്തി. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ പറഞ്ഞു വളരെ വിലയേറിയ ചില മരുന്നുകൾ കുത്തിവെക്കണം. അതായത് ഒരു 5 ദിവസം ഒരു ഇഞ്ചക്ഷൻ ഏതാണ്ട് ഒരു 10,000-40,000 വിലയുള്ള അത് കൂട്ട് 2 ഇഞ്ചക്ഷൻ ഒരു ദിവസം വെച്ചിട്ട് 7 ദിവസം കുത്തിവെക്കണം. അപ്പം വളരെ വലിയ വില, ഏകദേശം 5-5.5 ലക്ഷം രൂപയോളമുള്ള മെഡിസിൻ, അത്രയും രൂപയാകുന്ന ഒരു മെഡിസിൻ കുത്തിവെക്കണമെന്ന് രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഹോസ്പിറ്റലുകാർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആന്റി ഫംഗൽ ചികിത്സയായതിനാൽ അതിന് ഒത്തിരി, ഏകദേശം 35% ആൾക്കാരിലും വളരെ ഗുരുതരമായ കിഡ്നി പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മെഡിസിനാണ് എന്നാണ് നമ്മളത് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ട്. അത് മാത്രമല്ല, സാമ്പത്തികപരമായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ അവർക്ക് ഈ ചികിത്സ നടത്തുന്നതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു മലിഗ്നൻസി ആണോ, മലിഗ്നൻസി ആണെങ്കിൽ മലിഗ്നൻസിക്കെതിരായിട്ട് ഒരു കീമോതെറാപ്പി നടത്തേണ്ടതുണ്ട്. മലിഗ്നൻസി ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പെറ്റ് സ്കാൻ നടത്തിയിട്ട് പെറ്റ് സ്കാനിൽ ഏതെങ്കിലും ഒരു പ്രൈമറി ഫോക്കയോ സെക്കൻഡറി ഫോക്കയോ ഒന്നും കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവരുടെ അഭിപ്രായത്തിൽ ഒരു കീമോ ഡ്രഗ്സ് നൽകണം. അതിനും രോഗിയുടെ ബന്ധുക്കൾ സമ്മതിച്ചില്ല. അപ്പം ഇവിടെ നിന്നും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് രോഗിയുടെ ബന്ധുക്കള് മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ചികിത്സ നിഷേധിച്ചല്ല, ഈ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ്, ഇപ്പം നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമുള്ളൂ, എല്ലാം ക്രൗഡ് ഫണ്ട് റൈസിങ്ങിന്റെ ആൾക്കാർ അവരെ കാണാൻ ചെല്ലുകയും നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്, അപ്പം ഹോസ്പിറ്റലുകാർക്കുള്ളത് കിട്ടുകയും ചെയ്യും, രോഗിക്കും ഗുണമാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആൾക്കാർ അവിടെ എത്തി ഈ ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള ഫോട്ടോസ് എല്ലാ സംവിധാനങ്ങളെല്ലാം നടത്താം എന്നാണ് പറഞ്ഞത്. അപ്പം എത്രമാത്രം ഒരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അവരതിനോട് യോജിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതി, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് 2022 25/11/2022 ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 25/11/2022. അപ്പോൾ ഇത് ഒരു 10ാം മാസത്തിൽ ഒരു 10ാം തീയതിയോടുകൂടിയാണ്, 10ാം മാസം 10ാം തീയതി 2022 തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയിൽ ഒരു 3 ഹോസ്പിറ്റലുകളിൽ ഏകദേശം 30 ദിവസത്തോളം അവർ ICUയിലും ഹോസ്പിറ്റലിലുമായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അവർ ഡിസ്ചാർജ് ചെയ്തത്. മെഡിക്കൽ കോളേജിലേക്ക് വരാതെ അവർ വീട്ടിലേക്ക് വന്ന് പിന്നെ വീണ്ടും ഹോമിയോപ്പതി മെഡിസിൻ ചികിത്സിക്കുന്നതിനായിട്ട് ഞാൻ വീണ്ടും അവരുടെ അടുത്തെത്തി. ആദ്യമായിട്ടാണ് വളരെ കൃത്യമായിട്ട് ഇനി പ്രത്യേകിച്ച് എങ്ങും പോകാനില്ല, അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്കായിട്ട് ഞാൻ ഈ രോഗിയുടെ അടുത്തെത്തി. അപ്പോൾ നമുക്കിതിനെ ഹോമിയോപ്പതിക് ആസ്പെക്റ്റിൽ കാണുവാണെങ്കിൽ എന്തൊക്കെയാണ് ഇവർക്കുണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമേ അവർക്കുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഹെഡേക്കാണ് ഉണ്ടായത്. അത് കണ്ണുനീർ ഗ്രന്ഥിയെ ബാധിച്ചതാണ്. കണ്ണുനീർ ഗ്രന്ഥിയെ ബാധിച്ചത് എന്ന് പറയുമ്പോൾ, കണ്ണുനീർ ഗ്രന്ഥി നമ്മൾ പഠിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. എന്തുകൊണ്ട് ഒരു മോർസൽ കൺഫ്ലിക്റ്റ് ഉണ്ടായി എന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യമേ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ അവർക്ക് മനസ്സിലായി, ഇവരുടെ വീട്ടിലുണ്ടായ ഒരു സഹോദരൻ ഒരു FD റെസിപ്റ്റ് കാണിച്ചു. അപ്പോൾ ഞാൻ FD റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ചില ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ ഫാദർ, ഇവർ 2-3 പെണ്ണുങ്ങളും 3-4 ആണുങ്ങളും ഉള്ളവരാണ്. ഫാദർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സ്വത്തെല്ലാം വീതം വെച്ച്
ഓരോ വിഹിതങ്ങൾ ഓരോരുത്തർക്ക് നൽകി, മാതാപിതാക്കൾക്ക് നൽകി, മാതാവിന് നൽകി, കുറച്ച് പെൺമക്കൾക്ക് നൽകി, ബാക്കി കുറച്ച് ആൺകുട്ടികൾക്ക് നൽകി. അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സ്വത്ത് വീതം വെച്ചു. അതിൽ ഒരു വിഹിതമായ 2-3 FD, പൂർണ്ണമായ വലിയ തുകയുടെ 2-3 FD അമ്മയുടെ പേരിൽ ഇടുകയും ആ FDയിൽ ഈ രോഗിയെ അതിൻ്റെ നോമിനി ആയിട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ പിതാവ് നൽകിയ സ്വത്ത്, ആൺമക്കൾക്ക് കിട്ടിയ സ്വത്ത് അവരുടെ ഉപയോഗത്തിന് ശേഷം പെൺകുട്ടികൾക്ക് നൽകിയ സ്വത്തിലും മറ്റ് സഹോദരങ്ങൾ നോട്ടമിട്ടു. അപ്പോൾ ഇത് വീട്ടിൽ കണ്ട് അവരുടെ ഒരു കുടുംബ ഗ്രൂപ്പിൽ ഈ FD റെസിപ്റ്റിന്റെ ഫോട്ടോ ഇട്ടു. അപ്പോൾ ആ ഫോട്ടോ ഇട്ടപ്പം അതൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ഫോട്ടോ ഇട്ടത്. കാരണം ഇത് വിവാഹിതരായ പെൺകുട്ടികൾ ഇവിടുത്തെ സ്വത്തുകളെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇട്ടത്. അപ്പോൾ ഇത് മോർസൽ കൺഫ്ലിക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഈ പണം, സ്വത്ത് വിറ്റ് കിട്ടിയ ഈ പണം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും അനുഭവിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻ്റായ ലേഡിക്കും ലേഡിയുടെ മക്കൾക്കും അനുഭവിക്കേണ്ട പണം അവരുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള അതാണ് ഇവർക്കുണ്ടായ ആദ്യത്തെ DHS. നമ്മൾ പറഞ്ഞ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അതാണ്. അപ്പോൾ അത് ബാധിച്ചത് ലെഫ്റ്റ് സൈഡിലാണ് ബാധിച്ചത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഫാമിലി സൈഡ്, ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ ഈ സ്വത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കിട്ടാതെ വരുമോ, മോർസൽ എനിക്ക് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്ക് കിട്ടാതെ പോകുമോ, ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നുള്ള ഒരാശങ്കയിലാണ് ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. അതായിരുന്നു ഫസ്റ്റ് DHS. അതിനോടൊപ്പം തന്നെ അവർക്കൊരു സെൽഫ് ഡീവാലുവേഷൻ ഉണ്ടായപ്പോൾ അഡ്ജസന്റ് ബോണിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാകുകയും ആ ബോണിലെ പ്രശ്നങ്ങൾ ഒരു മെനിഞ്ചൈറ്റിസ് എന്ന അവസ്ഥയിലേക്കും കടന്നു മാറി. അപ്പോൾ ഞാനിത് ഏറ്റവും ആദ്യമേ ചോദിച്ചത്, ആദ്യത്തെ ദിവസം തന്നെ ഇത് മനസ്സിലാക്കിയത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട്. കാരണം ഈ രോഗി എനിക്കറിയാവുന്നതാണ്, സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതിനാലാണ് ഇതൊക്കെ ഞാനൊരു ഇൻട്രസ്റ്റ്. കാരണം ഇത് ഈ രോഗിയെല്ലാം വലിയ വലിയ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്, ഹോമിയോപ്പതി ചികിത്സയ്ക്കുള്ള ഒരു അവസരമേ ഇല്ല. അപ്പോൾ ഇതാണ് അവർക്കുണ്ടായ ആദ്യത്തെ വിഷയം, ഈ ഒരു FD റെസിപ്റ്റിന്റെ കാഴ്ച. FD റെസിപ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നത്തിൽ നിന്നാണ് അതുണ്ടായത്. അപ്പോൾ ഞാനിത് അവരോട് സംസാരിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് രോഗമുണ്ടായത്, ഇവിടെയാണ് നിങ്ങൾക്ക് വന്നത്. ഈ GSK കൺസെപ്റ്റ്, നമ്മുടെ GNMന്റെ കൺസെപ്റ്റ് ഈ രോഗിയുമായിട്ട് സംസാരിച്ച് ഇവിടെ വെച്ചിട്ടാണ് പ്രശ്നമുണ്ടായത്, ഈ രീതിയിലാണ് പോയത് എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, വളരെ അറിവുണ്ടായിരുന്ന അവർക്കത് മനസ്സിലാവുകയും ആ മനസ്സിലാക്കലിന്റെ ഭാഗമായി. പക്ഷെ നമുക്കെന്നാലും ഈ രോഗാവസ്ഥയുണ്ടല്ലോ, മെനിഞ്ചൈറ്റിസ് എന്നൊരു സിറ്റുവേഷൻസിനെ ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതിനാൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവർക്ക് ഒരു മരുന്ന് നൽകി. ഈ ഹോസ്പിറ്റലിൽ ഒരു അനാലിസിസിന്റെ ഭാഗമായിക്കൊണ്ട് അവർ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവർക്ക് ഡിസോറിയന്റേഷൻ ഉണ്ടായി, സോഡിയം ലെവൽ കുറഞ്ഞപ്പോൾ. അപ്പോൾ ഒരു റൂബ്രിക് എടുത്തതാണ് മൈൻഡ് ഹിസ്റ്റീരിയ എന്ന റൂബ്രിക്കിനോടൊപ്പം മൈൻഡ് ആൻസറിങ് സ്റ്റൂപ്പർ റിട്ടേൺസ് ക്വയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങിപ്പോവുക, സംസാരിക്കുന്ന ഇടയിൽ ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. മൗത്ത് സലൈവ സ്കാൻഡി മൂന്നാമത്തെ റൂബ്രിക്. നാലാമത്തെ റൂബ്രിക് മൗത്ത് സലൈവ ഡ്രൈനസ്. സ്ലീപ്ലെസ്നെസ് അക്കംപനീഡ് ബൈ സ്ലീപ്പിനെസ്. ആറാമത്തെ റൂബ്രിക് ജനറൽ മെഡിസിൻസ് അലോപ്പതിക്ക് അബ്യൂസ് ഓഫ്. ഇത്രയും ഒരു വെച്ചുകൊണ്ട് ഞാൻ അവർക്ക് അപ്പം ഒരു അനാലിസിസിൽ കൂടി വന്നപ്പോൾ കുറേ മെഡിസിൻസ് വന്നു. അതിൽ പ്രധാനപ്പെട്ടതായ മെഡിസിൻ എക്സോമിക്ക, ചമമില, ഓപ്പിയം, ലാക്കസിസ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു ഡോസ് ഓപ്പിയം നൽകി. ഈ ഓപ്പിയം നൽകിയപ്പോൾ ആ ഓപ്പിയം മെഡിസിൻ, ഓപ്പിയം 200 ഒറ്റ ഡോസ് നൽകിയപ്പോൾ അവരുടെ ഉമിനീർ ഗ്രന്ഥികൾ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. സ്ലോലി ഉമിനീർ ഗ്രന്ഥി വർക്ക് ചെയ്തു. അപ്പോൾ മെഡിസിൻ ആക്ട് ചെയ്തു. പക്ഷേ ഈ മെഡിസിൻ ആക്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം
ഇവർക്ക് സംഭവങ്ങളൊന്നും ശരിയായില്ല. അവർക്ക് ഇന്റൻസീവിൽ വെച്ചിട്ട് അവരെ അനക്കാൻ പറ്റാതിരുന്നപ്പോൾ മോട്ടോർ കോൺഫ്ലിക്റ്റ് എന്ന രണ്ടാമത്തെ അവസ്ഥയുണ്ടായി. നമ്മൾ മനസ്സിലാക്കി സെറിബ്രൽ മെഡുലയുടെയാണ് ശരീരത്തിലെ സ്ട്രിയേറ്റഡ് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ കോൺഫ്ലിക്റ്റ്, അതായത് അനങ്ങാൻ സാധിക്കാത്ത സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവുക. ഈ സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ സ്ട്രിയേറ്റഡ് മസിൽസിന്റെ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്, അതിന്റെ മൂവ്മെന്റിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടക്സും, ന്യൂട്രീഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് സെറിബ്രൽ മെഡുലാണ്. ഇവിടെ ന്യൂട്രീഷണൽ കൺട്രോളിൽ ഈ കോൺഫ്ലിക്റ്റ് മൂലം അവരുടെ ശരീരത്തിലെ കംപ്ലീറ്റ് മസിൽസും അട്രോഫൈഡ് ആയിപ്പോയി. ഈ അട്രോഫി എന്ന ഒരു അവസ്ഥ അത് ഒരു CT സ്കാനിൽ രണ്ട് വശത്തും ബൈലാറ്ററലി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ബൈലാറ്ററൽ തിരിച്ചറിയാൻ പറ്റിയ ഹാമർ ഹെഡിനെ ആർട്ടിഫാക്റ്റ് എന്ന്, ഇത് ശരിക്കും ഡോക്ടർ ഹാമറിന്റെ ഒറിജിനൽ വർക്കുകളിൽ CT സ്കാനിൽ വരുമ്പോൾ ഈ ആർട്ടിഫാക്റ്റിൽ ഹാമർ ഫോക്കസിനെ ഡ്യൂബിയസ് ഹാമർ ഫോക്കസ് എന്ന് പറഞ്ഞ് കളിയാക്കിയാണ് ആ കാലത്തുള്ള ഡോക്ടർമാർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഹാമർ ഹെഡ് എന്ന വാക്ക് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ ആർട്ടിഫാക്റ്റ് ആണെന്ന് ആ കാലഘട്ടത്തിൽ CT സ്കാൻ റീഡ് ചെയ്ത ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ആ CT സ്കാനിൽ ഇത് ആർട്ടിഫാക്റ്റ് അല്ല, ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞാൽ മിഷൻ തകരാറ്, ആർട്ടിഫാക്റ്റ് അല്ല എന്ന് ഒരു പഠനത്തിൽ കൂടി ഡോക്ടർ ഹാമറിന്റെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കുകളിൽ എഴുതിയിട്ടുണ്ട്. പഠനത്തിൽ കൂടി സീമെൻസ് എന്ന കമ്പനിയുമായിട്ട് കൂടി ചേർന്ന ഒരു പഠനത്തിൽ കൂടി വേറൊരു ലെവലിൽ, ഇപ്പൊ CT സ്കാൻ എടുക്കുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു പോയിന്റിലാണ് എടുക്കുന്നത്. ആ പോയിന്റ് മാറ്റി മറ്റൊരു ലെവലിൽ ആക്കുമ്പോഴും ഈ ഹാമർ ഹെഡുകൾ അവിടെ കാണുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ലോകത്തിന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ രോഗിയിലും ഞാൻ ഈ CT സ്കാൻ കണ്ടിരുന്നു. ഈ CT സ്കാൻ കണ്ടത് വഴിയായിട്ടാണ് അവരോട് കൃത്യമായിട്ട് പറഞ്ഞത്, ഇത് ഈ മോട്ടോർ കോൺഫ്ലിക്റ്റ് മൂലം ഉണ്ടായതാണ്, ഇത് ശരിയായി വരും. പക്ഷെ ശരിയായി വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് തിരിച്ചറിയാം, ഇത് റിസൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം കടുത്ത വേദന. പിന്നെ ഈ രോഗിയിൽ ഈ വേദനകളുടെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇവർക്ക് ഈ ഒരു പ്രശ്നം, ഈ അട്രോഫി ഉണ്ടാകാനുള്ള കാരണം ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവാദമില്ല. കാര്യം അന്ന് അവർക്ക് നേരിട്ട് വൺ സൈഡഡ് പൂർണ്ണമായ പാരാലിസിസ് അല്ല, കാരണം ഒരു വീക്ക്നെസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം പോകാനുള്ള ഒരു അനുവാദം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ അട്രോഫി ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ ഇത് ആർട്ടിഫാക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് പറഞ്ഞ ഒരു ബ്രെയിനിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതേസമയം ബ്രെയിനിലെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇത് അതിന് അനുബന്ധമായിട്ടുള്ള, അപ്പൊ ബ്രെയിനിൽ ഇങ്ങനെയൊരു ലീഷൻസ് ഉണ്ടായാൽ ആ ലീഷൻ ആനുപാതികമായി ശരീരത്തിലൊരു തകരാറുണ്ടാകണ്ടേ. അങ്ങനെയൊരു തകരാറിനെ പറ്റി ഇവർക്ക് പറയാനും സാധിക്കുന്നില്ല. അതായത് ന്യൂറോളജിസ്റ്റുകൾക്ക് എറണാകുളത്തുള്ള ആ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റുകളിൽ പറയാനും സാധിക്കുന്നില്ല. ആ പറയാനും സാധിക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് MRI എടുത്തു നോക്കാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പിന്നെ MRI എടുത്ത ഒരു പെറ്റ് സ്കാനാണ് എടുത്തത്. അപ്പം ഒരു കൺട്രോൾഡ് കീമോതെറാപ്പിയിലേക്കാണ് അവർ പോയത്. പക്ഷെ ഇതൊന്നും അവർ കേട്ടില്ല. പക്ഷെ അത് ഈ ഒരവസ്ഥയിൽ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർ തിരിച്ച് 14 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം 3ാമത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ മെഡിസിൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ശരീരം മുഴുവൻ വേദനയാണ്, ഇടിച്ചു ഞുറുക്ക് പോലെ വേദന, സോഫ്റ്റ് ടിഷ്യൂസിന് മുഴുവൻ വേദന. എവിടെയാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയാൻ പറ്റാത്ത, മേലിൽ മുഴുവൻ, ദേഹത്ത് മുഴുവൻ വേദന. അപ്പോൾ അവർ കുറച്ച് വേദന സംഹാരി നൽകി, സ്റ്റിറോയിഡ് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റിറോയിഡ് നൽകിയിട്ടോ വേദന സംഹാരികൾ നൽകിയിട്ടോ ഒന്നും ഒരു വേദനയും കുറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നാട്ടിലും വീട്ടിലും എല്ലാം ഇവർക്ക് എന്ത് രോഗമാണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥ. അപ്പം ഞാൻ അവിടെ നമുക്ക് ഒരു മെഡിസിൻ നൽകി. ഞാൻ ഒപ്പിയം നൽകി എന്ന് ആദ്യമേ പറഞ്ഞില്ല. അതിനുശേഷം ബെല്ലിസ്പെർനിസ് ആണ് നൽകിയത്. അതായത് സോഫ്റ്റ് ടിഷ്യൂസിനുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ മൂലം ബെല്ലിസ്പെർനിസ് എന്ന് നൽകി. ബെല്ലിസ്പെർനിസ് കൊണ്ടൊരു താൽക്കാലികമായ കുറച്ച് വേദനകളൊക്കെ കുറഞ്ഞു.
പക്ഷേ അതിനുശേഷവും ഈ പ്രശ്നങ്ങൾക്കൊരു ഒരു പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ നവംബർ 27-ാം തീയതി 2022 നവംബർ 27-ാം തീയതി ഞാൻ വീണ്ടും ഒരു അനാലിസിസ് നടത്തി. ജനറൽ വീക്ക്നെസ് പരാലിസിസ് എന്നൊരു റൂബ്രിക്, പിന്നെ ജനറൽ വീക്ക്നെസ് മസ്കുലാർ എന്ന റൂബ്രിക്സ്. അപ്പൊ ഇവർക്ക് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ മെല്ലെ ശരീരത്തെ തടവിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിസം പതുക്കെ തടവിയാൽ സുഖമുണ്ട്. മാഗ്നറ്റിസം അമിലിയോറേഷൻ അതെടുത്തിരുന്നു. ജനറൽ മസിൽസ് അട്രോഫി ഓഫ് ദി മസിൽസ് എടുത്തിരുന്നു. മൗത്ത് ഡ്രൈനസ്, ഐ ഡ്രൈനസ്, ഇത് ഈ മെഡിസിൻസ് നൽകി. കാൽക്കേരിയ കാർബ് നൽകി. കാൽക്കേരിയ കാർബ് നൽകിയെങ്കിലും കാഴ്ചയിലൊക്കെ ഇവർ ഈ രോഗത്തിന് മുമ്പ് ഇവർ കാൽക്കേരിയ കാർബായിട്ട് തോന്നിയിരുന്നെങ്കിലും കാൽക്കേരിയ കാർബ് ഒന്നും ശരിക്കും ആക്ട് ചെയ്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനകളാണ്. വേദനകൾ മാറുന്നതേ ഇല്ല. വേദനകൾ മാറാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ആണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഫിസിക്കലി മെന്റലിയും ഒക്കെ അവരെ കാൽക്കരിയായിട്ട് തോന്നിയാലും കുറഞ്ഞില്ല. സോ അത് ഞാൻ വീണ്ടും ഒരു റീഅനാലിസിസ് നടത്തി. അപ്പോൾ ഈ വേദനകളും ഈ ഒരു മാസത്തെ ആശുപത്രി വാസവും എല്ലാം വന്നപ്പോഴത്തേനും കടുത്ത നിരാശയിലായി രോഗി. അപ്പോൾ രോഗിയിൽ കണ്ട ഒരു ലക്ഷണമായിരുന്നു മൈൻഡ് ഡെത്ത് ഡിസയർ. അപ്പോൾ ഞാൻ ആ റൂബ്രിക്ക് സെലക്ട് ചെയ്തു. മൈൻഡ് ഡെത്ത് ഡിസയർ, ജനറൽ അട്രോഫി, ജനറൽ ഇമാസിയേഷൻ, ജനറൽ വീക്ക്നെസ്, മാഗ്നറ്റിസം ഡിസയർ, ഐസ് ഡ്രൈനസ്, മൗത്ത് ഡ്രൈനസ്. ഈ ഇത്രയും മെഡിസിൻസിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ അനാലിസിസ് വന്നപ്പോൾ പല മെഡിസിൻസ് വന്നു. സൾഫർ, ഫോസ്ഫറസ്, നെക്സോമിക്ക, കാൽക്കേരിയ, ലാക്കസിസ്, ആഴ്സനിക്, സൈലീഷ്യ, പ്ലംബമെറ്റ്, ഇങ്ങനെ കുറേ മെഡിസിൻസ് ആണ് ഈ അനാലിസിസ്. കാരണം ഇതെല്ലാം ജനറൽ വലിയ റൂബ്രിക്കുകളാണ്. 6-7 റൂബ്രിക്കുകളുണ്ട്. ഇവർക്ക് നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ ഞാൻ അത് പ്ലംബമെറ്റ് ആണ് നൽകിയത്. പ്ലംബമെറ്റ് ആണ് സെലക്ട് ചെയ്തത്. പ്ലംബമെറ്റ് നൽകി. ഈ പ്ലംബമെറ്റ് നൽകിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എന്ന പോലെ ഒരു ലൂസ് മോഷൻ ഉണ്ടായി. പക്ഷെ ലൂസ് മോഷൻ എന്ന് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് അതിലും വലിയൊരു പ്രശ്നമായി. ലൂസ് മോഷൻ പ്രൊഫ്യൂസ് ഇൻവോളണ്ടറി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസമായിട്ട്. അപ്പോൾ മെഡിസിൻ കറക്റ്റാണ്, റിയാക്ഷൻസ് ഉണ്ടായി. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നല്ലതാണെന്ന് പറയുമെങ്കിലും പക്ഷെ അവരുടെ ശരീരം നമ്മൾ അട്രോഫി ആയിട്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറവാണ്. വീണ്ടും അവർക്ക് വീക്ക്നെസ് ആണ്. അപ്പോൾ അവർക്ക് വീണ്ടും കിടപ്പിലായി പോയി. പിടിച്ചുകൊണ്ട് പോലും നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. ആ അവസ്ഥയിൽ വന്നപ്പോൾ വീണ്ടും കേസ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി. പക്ഷെ സ്ലോലി തിരിച്ചു വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഓരോ ഡോസ് ഫ്യൂ ഡോസ് ചിലപ്പോഴൊക്കെ ബെല്ലിസ്പെർനിസ് 3x നൽകാറുണ്ട്. പക്ഷെ ഇതൊന്നും പൂർണ്ണമായിട്ട് കുറയുന്നതേ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പ്ലംബമെറ്റ് നൽകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലഡ് അനാലിസിസ് നടത്തിയപ്പോൾ ഹീമോഗ്ലോബിൻ അന്ന് ഒരു 8% നിന്നും അതൊരു 10 കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ കൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. ESR കുറഞ്ഞു. സോഡിയവും പൊട്ടാസ്യവും ആദ്യമായിട്ട് പ്ലംബമെറ്റിന് ശേഷം നോർമലിലേക്ക് വന്നു. നിയർ നോർമൽ 120-ൽ നിന്ന് 130-ലേക്ക് വന്നു. അപ്പോൾ ബ്ലഡ് പിക്ചറൊക്കെ ഈ രീതി കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം സോഡിയം കൂടുന്നുണ്ട്, ഹീമോഗ്ലോബിൻ കൂടുന്നുണ്ട്. പക്ഷെ രോഗിക്ക് എപ്പോഴും എന്നും എന്തെങ്കിലും കംപ്ലൈന്റുകളാണ്. ആ കംപ്ലൈന്റുകളെ ആണ് നമുക്ക് വീണ്ടും അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനാൽ പ്ലംബമെറ്റിന്റെ ഒരു 15 ദിവസത്തിന് ശേഷം ഒരിക്കൽ റിപ്പീറ്റ് ചെയ്തു. എന്താണെങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരാശയം, ഇതിനിടയിൽ അവരെ ഞാൻ GSKയുടെ പെർസ്പെക്റ്റീവ് എല്ലാം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവരിൽ ബ്രെയിൻ സ്റ്റം കൺസ്റ്റലേഷൻ ആണ് ആദ്യമേ ഉണ്ടായത്. അതായത് 2 വശത്തെയും ഡിസോറിയന്റേഷൻ, നമ്മൾ തന്നെ ഡിസോറിയന്റേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സോഡിയം കുറഞ്ഞു പോയിട്ടാണ്. പക്ഷെ ശരിക്കും ഡിസോറിയന്റേഷൻ ഉണ്ടായ സോഡിയം കുറഞ്ഞു പോയിട്ടല്ല, ബ്രെയിൻ സ്റ്റം കൺസ്റ്റലേഷൻ 2 വശത്തെയും ഉമിനീർ ഗ്രന്ഥികളിൽ ബാധിച്ച ബ്രെയിൻ സ്റ്റം കൺസ്റ്റലേഷൻസ് ഉണ്ടായപ്പോഴാണ് അവർക്ക് ഡിസോറിയന്റേഷൻ ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ അവരുടെ 2 വശത്തെ മസിൽസിലെല്ലാം സംഭവപ്പോൾ ഉണ്ടായപ്പോൾ ഒരു സെറിബ്രൽ മെഡുല കൺസ്റ്റലേഷൻസും അവർക്കുണ്ടായി. ഇതെല്ലാം അവരോട് പറഞ്ഞ് ഇതെല്ലാം സോൾവ് ചെയ്ത്
ഈ പ്രശ്നങ്ങളെല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഏകദേശം 1.5 വർഷങ്ങൾ കൊണ്ട് അവരെ നോർമലാക്കാൻ സാധിച്ചു, ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ ഒരു ആശയങ്ങൾ കൊണ്ടും. അതല്ലെങ്കിൽ ഇവരെ ഒരു കീമോതെറാപ്പിയിൽ കൂടിയോ അതല്ലെങ്കിൽ ഒരു 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 വലിയ എന്തെങ്കിലും ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിറോയിഡ് നൽകുന്നുണ്ട്. സ്റ്റിറോയിഡ് ഒന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞ് നൽകിയതാണ്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അവരെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും വളരെ ഒരു ജീവനെ തന്നെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ഏത് നിമിഷവും മരണമുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അതിൽ ഈ വലിയ ഹോസ്പിറ്റലുകാരുടെ ഡയഗ്നോസിസിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ, അപ്പോൾ ഈ GSK ആശയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അങ്ങനെ ഏകദേശം 1.5 വർഷങ്ങൾ കൊണ്ട്, 1 വർഷത്തിലധികം ചികിത്സ കൊണ്ട് ലാസ്റ്റ് 26/1/2023 ലാസ്റ്റ് ഒരു അനാലിസിസ് നടത്തി. അന്ന് ഞാൻ എടുത്തത് അത് അവർ നിരാശയായിരുന്നു എൻ്റെ ഇടയിൽ ഏറ്റവും വലിയത്. കാരണം പെയിൻ, ദേഹത്തെ വേദന, ഈ വേദനകൾ നമുക്ക് പറയാം വേദന ഒരു ഹീലിംഗ് സിംറ്റം ആണെന്നൊക്കെ പറയാമെങ്കിലും എത്ര നാളാണ് ഒരു രോഗി വേദന സഹിക്കുക? ഡെസ്പയർ പെയിൻ വിറ്റ്സ്. അതുകൊണ്ട് ഞാൻ ആ ഒരു റൂബ്രിക് എടുത്തു. മൈൻഡ് ഫിയർ പെയിനോ, വേദന വരുമോ എന്നൊരു പേടി, പെയിൻ ഇൻടോളറൻസ്, വീക്ക്നെസ്, പാരാലിറ്റിക്, ഇത്രയും സിംറ്റംസ് എടുത്തുകൊണ്ട് പാരാലിസിസ് ലെഫ്റ്റ് സൈഡ് അതെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മെഡിസിൻസ് നെക്സോമിക്കാണ്. അപ്പൊ നെക്സോമിക്ക 26/1/2023 നൽകി. അവര് ഡെഫിനറ്റായിട്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു വന്നു. പക്ഷെ ഓരോരോ ലക്ഷണങ്ങൾ, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനിടയിൽ ഒരു ഫ്രോസൺ ഷോൾഡർ ഉണ്ടായി. ആ ഫ്രോസൺ ഷോൾഡർ ഉണ്ടായത് ലെഫ്റ്റ് ഷോൾഡറിന് ഭയങ്കര നീരും വെച്ചു, ഫ്രോസൺ. അപ്പൊ അതിനും നമ്മുടെ ആശയം, കാരണം ഇവർ ഇത്രയും കാലങ്ങൾ കൊണ്ട് ഇവർക്ക് കുട്ടികളോടുള്ള അവരുടെ കുട്ടികളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കോൺഫ്ലിക്റ്റ് വഴിയായിട്ട് അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും പെട്ടെന്ന് ശരിയായി. അതൊരു 3 മാസത്തെ പലപ്പോഴും കുറച്ച് കീമോതെറാപ്പി, കുറച്ച് ഫിസിയോതെറാപ്പിയും എല്ലാം നടത്തി അതും മാറി. അവർ എല്ലാ അർത്ഥത്തിലും തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അത് മറ്റൊരു വിഷയം വരെ ഉണ്ടായത്, അവരുടെ ശരീരത്തിലുള്ള തലയിലെ മുടിയെല്ലാം പൂർണ്ണമായിട്ട് കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞു പോയത് അവിടെ യഥാർത്ഥത്തിൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സാധാരണ മുടി കൊഴിച്ചിലുണ്ടാകുന്നത് കീമോതെറാപ്പി നടത്തുമ്പോഴാണ്. നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ സാധാരണ മുടി കൊഴിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും മുടി കൊഴിഞ്ഞുപോയി. മെല്ലെ മെല്ലെ അവരുടെ തൂക്കം കൂടി. 55 കിലോയിൽ നിന്ന് 56, 57, അങ്ങനെ ഓരോ ദിവസം കൂടി ലാസ്റ്റ് അവർ 75 കിലോ തൂക്കം എത്തി. ഹീമോഗ്ലോബിൻ 8-നും 10-നും ഇടയ്ക്ക് ഒരു ലെവലിലെത്തി. ഇപ്പോഴും പേഷ്യൻറ്റിനെ ഞാൻ കാണാറുണ്ട്. പേഷ്യൻ്റ് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് അവൾ സുഖകരമായിട്ട് തന്നെ ജീവിക്കുന്നു. ഇതിനകത്ത് എനിക്കൊരു പറയാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെയാണ്. പലപ്പോഴും ആദ്യത്തെ കോൺഫ്ലിക്റ്റിന്റെ ഫലമായി ഒരു പ്രത്യേക രോഗം ഉണ്ടാകുന്നു. അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഷോക്കിൽ അടുത്തതുണ്ടാകുന്നു. ഈ ഷോക്കിൽ നിന്നും വേറൊരു പ്രോബ്ലം ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രോബ്ലംസിലേക്കും നയിക്കപ്പെടാം. അപ്പൊ നമ്മുടെ മുന്നിൽ എത്തുന്ന രോഗികളിൽ ഈ ഒരു വിഷയം വല്ലാതെ ഉണ്ട്. കാരണം ഒത്തിരി കോൺഫ്ലിക്റ്റിലേക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ പോകും. ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായ വേറെ ഈ ഇത്രയും കാലത്ത് കൊണ്ട് അവർക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, നമുക്കതിനെ അങ്ങനെ വിളിക്കാമെങ്കിൽ, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ അവർക്ക് ഷുഗർ ഇല്ല, എല്ലാ സാധനങ്ങളും കഴിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതുണ്ടായി. ഇവിടെ ഈ രോഗിയുടെ ഒപ്പം നിൽക്കുന്നതിനും ഈ രോഗിയിൽ ശരിയായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനും ഉപയുക്തമായത് നമ്മുടെ GSK നോളജാണ്.
ഈ ഒരു കേസാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു കേസിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മുടെ സമയം 9:52 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു വ്യക്തി തികച്ചും വളരെ ഗുരുതരാവസ്ഥയിൽ നിന്നും ഒരു ഡയഗ്നോസിസിൽ പോലും എത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും പൂർണ്ണമായ, ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ കംപ്ലൈന്റ് ആയ ജോഗ്രൻ സിൻഡ്രോമിനെ പോലും മാറ്റാൻ ഹോമിയോപ്പതിക്ക് കഴിഞ്ഞു. അപ്പോൾ ഹോമിയോപ്പതിയോടൊപ്പം GSK അറിവിനോടൊപ്പം ഹോമിയോപ്പതിയും കൂടെ ചേരുമ്പം GSK മാസ്റ്ററിയിലെ ഒരു ഡോക്ടർ അജയ് കുർബാൻ, ഇറ്റ്സ് എ ഡെഡ്ലി കോമ്പിനേഷൻസ്. നമുക്ക് ഹോമിയോപ്പതി അറിവിനോടൊപ്പം GSK അറിവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരത്തിൽപ്പെട്ട ഒരു കംപ്ലൈന്റിനെയും നമുക്ക് ചികിത്സിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. അതാണ് എനിക്ക് ഈ ഒരു കേസിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ അനിത, ഡോക്ടർ ദേവാനന്ദ്, ഡോക്ടർ ദേവാനന്ദ് ഇത് കേട്ടിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഡോക്ടർ ജി, പറഞ്ഞോളൂ. ഇതില് ഫസ്റ്റ് ആ കേസ് എടുത്തപ്പം എന്റെ മനസ്സിലെ ഒരു ചെയ്തപ്പം മനസ്സിൽ വന്നത് ഒരു GNM ക്ലാസ് ആണെങ്കിൽ പോലും ഫസ്റ്റില് എന്റെ മനസ്സിൽ വന്നത് ആർണിക്കാണ് എന്റെ മനസ്സിൽ വന്നൊരു മരുന്ന്. കാരണം എന്താ വെച്ചാൽ ഒരു മണി ലോസ് വിത്ത് ഒരു കംപ്ലീറ്റ് ബോഡി ഏക്ക് ആസ് ഇഫ് ബീറ്റൺ, അതേപോലെ തന്നെ എക്കൈമോസിസും കൂടി കേട്ടപ്പേ ബെസ്റ്റ് മെഡിസിൻ ആവായിരുന്നു എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നേ. ശരിയാകാം. എന്താണേലും ഞാൻ അത് നൽകിയില്ല എന്നത് മറ്റൊരു കാര്യം. ചിലപ്പോൾ അങ്ങനെ ആകാം. പക്ഷെ ആദ്യമേ അതിലും പ്രധാനപ്പെട്ടതായത് സലൈവ ഇതൊക്കെ ആയതുകൊണ്ട് ആദ്യമേ ഒപ്യമാണ് നൽകിയത്. പിന്നെ ബെല്ലിസ്പെരിൻസ് നൽകുമ്പോൾ എപ്പോഴും കുറയുന്നുണ്ടായിരുന്നു. ഞാൻ ആർണിക്ക നൽകിയിട്ടില്ല. ശരി, ഡോക്ടർ പറഞ്ഞത് ശരിയാകാം. പിന്നെ ഈ കേസിനെല്ലാം തന്നെ ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് നൽകിയത്. അതായത് റെപ്പറട്ടറി അനാലിസിസിൽ കൂടിയാണ് എല്ലാ മെഡിസിനും നൽകിയത്. അതിനകത്തൊന്നും ആർണിക്ക മെഡിസിൻസ് ഒരിടത്തും തന്നെ വന്നിരുന്നില്ല. അതുകൊണ്ടാണ് നൽകാത്തത്. കേട്ടോ ഡോക്ടറെ? ചിലപ്പോൾ ആകാം, അതുകൊണ്ടാകാം ചിലപ്പോൾ ആ കേസ് അത്രയും കൊല്ലം അവര് കിടന്ന് വിഷമിക്കേണ്ടി വന്നത്. ചിലപ്പോൾ ആർണിക്ക ചിലപ്പോൾ ഒരു നല്ലതാണോ നമുക്ക് പറയാനാകുന്നില്ല. ഇത് ആ ഒരു FD റെസിപ്റ്റ് ആണ് ഇതിന്റെ എല്ലാം തുടക്കം. അത് പിടികിട്ടിയല്ലോ. മോർസൽ കോൺഫ്ലിക്റ്റ്, അതിലൊരു സംശയമുണ്ടോ? അനിത ഡോക്ടറെ സ്ഥലത്തില്ലേ? പോയോ? ഉണ്ട് സാറേ. ചാറ്റ് ബോക്സിലൊന്നുമില്ല, ആരും കൈ ഉയർത്തിയിട്ടില്ല. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മണിയായി, നമുക്ക് വേണേ പിരിയാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കേസിനെ നമ്മൾ ഈ കണ്ണിൽ കാണുകയാണെങ്കിൽ ഏത് കോംപ്ലിക്കേറ്റഡ് കേസിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആശയമാണ് ഉള്ളത്. വൈൻഡപ്പ് ചെയ്യാമോ സാറേ? നോക്കട്ടെ, ആരോ ഒരു ചാറ്റ് ബോക്സിൽ ഒന്നുമില്ല, താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ല.
നല്ല പ്രസന്റേഷൻ ആയിരുന്നു ചാറ്റ് ബോക്സിലുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു. നമുക്ക് താങ്ക് യു ആർക്കും ഡോക്ടർ തമ്പി. സംശയങ്ങളില്ലാത്തപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാറേ? ഈ സംശയങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വലിയ കുഴപ്പമാണ്. കാരണം എന്താണെന്ന് അതെ വെച്ച് അതെ കഴിഞ്ഞാൽ സംശയങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലപ്പോഴും ഒന്ന് കേട്ട് ഇതെന്താണ് എന്ന് സംസാരിക്കാതെ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ ആർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നില്ല. ഒന്നെങ്കിൽ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒന്നും അറിയാത്തോണ്ടായിരിക്കാം സാറേ. കാരണം എല്ലാം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബേസിക് അങ്ങനെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ സംശയം കുറവല്ലേ വരുന്നത്. അക്ഷരങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. വാക്കുകൾ വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. അപ്പം ശരി ഡോക്ടറെ. ഓക്കെ ഓക്കെ ഡോക്ടറെ. അപ്പൊ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ശശിധരൻ ഡോക്ടറിന് നല്ലൊരു താങ്ക്സ് നൽകുന്നു. അപ്പൊ സാർ ഇനി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.